നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ദൗർബല്യം എന്താണ്. നമുക്ക് എല്ലാവർക്കും ദൗർബല്യങ്ങളുണ്ട്. ചിലർക്ക് മധുരമായിരിക്കും ദൗർബല്യം, ചിലർക്ക് എന്താ പറയാ ബന്ധങ്ങളായിരിക്കും ദൗർബല്യം, ചിലർക്ക് സ്നേഹമായിരിക്കാം ദൗർബല്യം, ചിലർക്ക് ഷോപ്പിംഗ് ചെയ്യണം ഇഷ്ടം ദൗർബല്യമായിട്ടുള്ളവരുണ്ട്, ചിലര് ഭക്ഷണപ്രിയരാണ്, പിന്നെ ചിലർ യാത്ര പോകുന്നത് എന്ത് സിറ്റുവേഷൻ പണം ഇല്ലെങ്കിലും യാത്ര എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ ഈ ഒരു വീക്ക്നെസ് അത് നമ്മുടെ വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ ദൗർബല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി മിക്കവർക്കും ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ദൗർബല്യം നമുക്കുള്ളപ്പോ എന്താ എന്നോ ചിന്തിക്കുന്ന നമ്മള്, പക്ഷെ ഈ ഒരു ദൗർബല്യം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളുടെ റിലേഷൻഷിപ്പിൽ, നമ്മളുടെ ജോലിയെ ബാധിക്കുന്നു പല കാര്യങ്ങള്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് ഒരു ഡിസിഷനും ആരും എടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ ഓം നമഃ ശിവായ. ഈ ഒരു റീഡിങ്ങിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ ദൗർബല്യത്തെ കുറിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓറക്കിൾ മെസ്സേജില് നമുക്ക് മെസ്സേജ് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു മെസ്സേജ്, അത് മതി. എന്നാലും ഈ ഒരു കാർഡ് കുണ്ടലിനി യോഗ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാർഡാണ്. പക്ഷെ അത് പിന്നെ മാറ്റി, വേണ്ട നിങ്ങൾ അത് കാണണ്ട, അത് വലിയ കാര്യമല്ല എന്നൊരു മട്ടിലാണ് ഭഗവാൻ. എന്തായാലും ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ് കാണിക്കുന്നുണ്ട്. ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞ കാർഡ് വരുന്നത് നമ്മൾ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്നാണ്. നമ്മൾ സഹായിക്കുന്നവരാണ്, ദാനം ചെയ്യുന്നവരാണ്, ഡൊണേറ്റ് ചെയ്യുന്നവരാണ്, എല്ലാവരുമാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് നമ്മൾക്ക് അതിന്റെ പുറകിൽ ഒരു സെൽഫിഷ് ഒരു ഇതുണ്ടാവും. ഇന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് ഗുണം കിട്ടും, പേര് കിട്ടും, 4 പേര് എന്നെ കുറിച്ച് അറിയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിസ്വാർത്ഥമായ സഹായമായിരിക്കണം ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങള് അത് നിങ്ങളുടെ ഈ ജന്മത്തിലെ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മം കൊണ്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളണം. പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇനിയും പ്രശ്നങ്ങൾ വരും. അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ആർജിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 3 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മള് നിങ്ങളുടെ ടാറോ റീഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ദൗർബല്യം എന്താണ് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ദൗർബല്യം എന്താണ്? അപ്പൊ നിങ്ങളുടെ ദൗർബല്യം എന്താണ്? ചിലർക്ക് സ്നേഹമാണ് ദൗർബല്യം. ആരെങ്കിലും സ്നേഹിക്കുന്നു, നിങ്ങളെ ഒന്ന് ചിരിച്ചു കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറ്റൻഷൻ തന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഒരു വീക്ക്നെസ് ആയിട്ട് മാറും നിങ്ങൾക്ക്. ചിലർക്ക് നമുക്ക് ഇനി കാർഡ്സ് കിട്ടുമോ നോക്കാം. ഓക്കെ, ഇത്രയും കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോ ചിലരുടെ ആണ് വന്നിരിക്കുന്ന എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലർക്ക് അവര് സ്നേഹിക്കുന്ന ആളാണ് അവരുടെ ദൗർബല്യം. അവര് ചെറുപ്പം തൊട്ടേ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള, വളരെ ഐക്യത്തോടെ ഇരിക്കുന്ന രണ്ടുപേരാണ്, വളരെയധികം സ്നേഹിക്കുന്ന രണ്ടുപേരാണ്. മ്യൂച്വൽ അട്രാക്ഷൻ, മ്യൂച്വൽ സ്നേഹമുള്ള, മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്, നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ദൗർബല്യം. 2 of Cups ആണിത്. വളരെ നല്ല കാർഡാണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. ഇതാണ് നിങ്ങളുടെ ദൗർബല്യം. രണ്ടാമത്തെ കാർഡ് വന്ന ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ആരെ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പുറത്തെ ആള് നിങ്ങൾ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾക്കൊരു ദൗർബല്യമായിട്ട് മാറും. എന്ന് വെച്ചാൽ നിങ്ങളൊരു കോമ്പറ്റീഷൻ ഉള്ള പോലെ, മറ്റുള്ളവരായിട്ട് നിങ്ങൾ കോമ്പറ്റീഷൻ ഉള്ള പോലെ. വെച്ചാൽ നിങ്ങളെ എന്നെക്കാൾ അധികം ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന പോലത്തെ ഒരു ദൗർബല്യം നിങ്ങൾക്കുണ്ട്.
ആരെ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെയാണ് പ്രവർത്തിക്കുക. മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും നിങ്ങൾക്കൊരു പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന പോലെ, എനിക്കൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ എല്ലാവരും സ്നേഹിക്കുന്നത് വളരെ അൺകണ്ടീഷണൽ ആണ്, പക്ഷെ നിങ്ങളൊന്ന് ഓർത്തോ എന്റെ പോലെ നിങ്ങൾ ഒരിക്കലും വേറെ ആരും സ്നേഹിക്കില്ല എന്നൊരു എനർജിയാണത്. മൂന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ്. നിങ്ങൾ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങൾ ഓരോ കാര്യത്തിൽ ചെന്ന് കയറുക. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ ഡിസിപ്ലിന് വിട്ടിട്ട് നിങ്ങളെ എടുത്തു ചാട്ടാം. നിങ്ങളുടെ ആ മൂഡ് അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ നിന്നിട്ട് ഒരു കാര്യം ചെയ്യാനുള്ള ക്ഷമയില്ല, ഒരു സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള ക്ഷമയില്ല. നിങ്ങൾക്കെല്ലാം എന്തിനാ വെയിറ്റ് ചെയ്യണത്? നിങ്ങൾ നേരെ കൊടുക്കാമല്ലോ, പിന്നെ ഈ വളഞ്ഞ വഴി കൊടുക്കുന്നത് എന്തിനാ? അതിന് പക്ഷേ ഒരു സിസ്റ്റം ഉണ്ട്, ഇതുവഴി പോണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് നേരെ കൊടുക്കുന്ന കാര്യമല്ല, പിന്നെ എന്തിനാ ഈ വളഞ്ഞ വഴി എന്നൊരു ചിന്തയാണ്. അപ്പൊ അത് നിങ്ങളുടെ ദൗർബല്യമാണ്, ക്ഷമയില്ലായ്മ. അടുത്ത കാർഡ് പേജ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. പേജ് ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാൾ, ഒരു കാര്യം നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാതെ അതില് ചാടി കയറി ഒരു റിസർച്ച് ചെയ്യുന്നില്ല, നമ്മൾ ഒരു കാര്യം സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിന് പുറകില് നിറയെ ഹാർഡ് വർക്ക് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആളുകളെ വെച്ചിട്ട് ചെയ്യും. ഇവിടെ അതൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര വെകിളി പിടിച്ച പോലെ ആ കാര്യങ്ങളിലേക്ക് എടുത്തു ചാടും. അപ്പൊ അത് നിങ്ങൾക്ക് ദൗർബല്യമാണ്. ആരോടും അന്വേഷിക്കില്ല, ഇത് എനിക്കേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാനാണ് ഇത് ചെയ്യാൻ ബെസ്റ്റ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പലരെയും കൊണ്ട് പല പണികളും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാതെ നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാം കൂടി ചെയ്യാൻ പോവാണ്. മിക്ക സമയത്തും അതൊരു പണിയായിട്ട് മാറും, ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാറില്ല. അത് നിങ്ങളുടെ ഒരു ദൗർബല്യമാണ്. പിന്നെയുള്ളത് ജ്ഞാനം, ഒരു ദൗർബല്യം. എല്ലാത്തിലും നോളജ്, എന്ത് കണ്ടാലും എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് നോളജ് എന്ന് പറഞ്ഞു എത്രത്തോളം ഈ ലോകത്തുള്ള നോളജ് ഒന്നും നമുക്ക് ഒരിക്കലും നമ്മളുടെ ഒരു ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനോ പഠിച്ചെടുക്കാനോ പറ്റില്ല. പക്ഷേ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് അബ്സോർപ്ഷൻ ഒരു ഒബ്സഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാള്, അപ്പോ അതൊരു വീക്ക്നെസ് ആയിട്ടാണ് ഇവിടെ മാറുന്നത്. മനസ്സിലായോ? പക്ഷെ അങ്ങനെയാണിത്. ഹൈ പ്രീസ്റ്റസ് ആണിത്. അപ്പോ ജ്ഞാനമാണ്, അറിവ്. അത് പക്ഷേ ഇവിടെ അറിവിന്റെ പ്രശ്നം എന്ന് വെച്ചാല് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നില്ല. ഇത് സീക്രട്ട് ആയിട്ട് വെക്കുന്ന പോലത്തെ ഒരു അറിവാണ് കാണിക്കുന്നത്. അതൊരു ദൗർബല്യം. എല്ലാവരുടെ മുമ്പിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിവെന്ന് കാണിക്കാനുള്ള ഒരിത്. മറ്റുള്ളവര് നിങ്ങളെ അഡ്വൈസ് ചെയ്ത്, ഇതിപ്പോ ആരുടെ കാർഡാണോ അഡ്വൈസ് ചെയ്താൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി എനിക്കറിയാം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇത്. അത്രയും ജ്ഞാനമുണ്ട്, പക്ഷെ ആ ജ്ഞാനം കൊണ്ട് അതിനുള്ള ഗുണം കിട്ടുന്നില്ല. അതൊരു ദൗർബല്യമായിട്ട് മാറുന്നുണ്ട്. അവസാനത്തെ കാർഡ് ഡെത്ത് ആണ്. എൻഡ്, എല്ലാം അവസാനിപ്പിക്കുക എന്ന് വെച്ചാല് ഞാനായിരിക്കണം, എന്റേതായിരിക്കണം അവസാനത്തെ വേർഡ്, ഞാനായിരിക്കണം അവസാനം ഇവിടെ നിന്ന് ഇറങ്ങുന്നത്, ഞാനായിരിക്കണം അവസാനം. ഇപ്പൊ ഒരു ചില കോമഡി പറയാറുണ്ട്, ചില ആഡ്മിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന വാട്സാപ്പില് ഗുഡ് നൈറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരും ഇതിനകത്ത് കയറി കമന്റ് ഇടാൻ പാടില്ല. പിന്നെ രാവിലെ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം ആളുകൾ പിന്നെ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വളരെ സില്ലി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെയാണ് ഒരു അവസാനം. നിങ്ങളാണ് എല്ലാത്തിനെയും അവസാനിപ്പിക്കുന്ന ഒരാള്. അന്തിമമായ തീരുമാനം നിങ്ങളുടേതായിരിക്കണം എന്ന് നിങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള പോലെ. ഇത് സ്കോർപിയോ, ഇത് വെർഗോ, പൈസീസ്, ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും 6 പേരുടെ എനർജിയാണ്, അവരുടെ ദൗർബല്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ദൗർബല്യമാണെന്ന് മനസ്സിലാകുന്നില്ല? അതാണ്. 6 പേരുടെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ദൗർബല്യമാണെന്ന് മനസ്സിലാകുന്നില്ല? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു തരാം. ഇത് പലരുടെ എനർജി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പല കാരണങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൗർബല്യം തിരിച്ചറിയാൻ പറ്റാത്തത്. ചിലർ ഇത് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ സീക്രട്ട് ആയിട്ടുള്ള വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാല്
അതൊരു കുറവായിട്ട് ആളുകൾ കണക്കാക്കും എന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ലായിരിക്കും നിങ്ങൾക്ക് ഈ ദൗർബല്യം ഉണ്ടെന്ന്. മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ദൗർബല്യം കാണുന്നില്ല ചിലര്. ഇത് ക്യാൻസർ പൈസസ് ആണ്. സ്ട്രെങ്ത് കാർഡാണ് അടുത്ത് വന്നിരിക്കുന്നത്. ലിയോ ആണ് സോഡിയാക് സൈൻ. ഇത് പറയുന്നത് നിങ്ങളുടെ ദൗർബല്യത്തിന് നിങ്ങൾക്ക് അറിയാം, അത് അടിച്ചമർത്തി വെക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ മിക്കവാറും നിങ്ങൾ അത് സക്സസ്ഫുൾ ആകാറില്ല. ആ ദൗർബല്യവും പിന്നെയും തലപൊക്കാറുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് അത് കൺട്രോളിൽ വെക്കാൻ പറ്റുന്നു, ചില സമയത്ത് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് അത് പുറത്തേക്ക് പോകുന്നു. അപ്പോ അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് അറിയാം ചിലർക്ക് അറിയാം ദൗർബല്യം ഉണ്ടെന്ന്. പക്ഷെ നിങ്ങൾ അത്രയും കൺട്രോൾ ചെയ്തിട്ടും അത് കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തത് മജീഷ്യൻ ആണ്. ഈ ആള് ദൗർബല്യങ്ങളെ മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി, അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ദൗർബല്യങ്ങളെ ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് പെരുമാറുന്നത്, എന്റെ സ്വഭാവം ഇതാണെന്ന് വളരെ കൂളായിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന ഒരു എനർജി. ഇവിടെ ജെമിനായി ആണ് വന്നിരിക്കുന്നത്. മജീഷ്യൻ ആണ്, കൺകെട്ട് വിദ്യക്കാരൻ. അപ്പോ ഈ ഒരു വീക്ക്നെസ് അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മറ്റുള്ളവർക്കെതിരെ യൂസ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ വ്യക്തിയെ കാണിക്കുന്നത്. ഇത് നിങ്ങളിൽ ആരോ ആണോ ആ വ്യക്തിയാണിത്. അപ്പൊ നിങ്ങളുടെ ദൗർബല്യങ്ങളെ മാക്സിമം മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരാള്. അടുത്തത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴികാട്ടി. അപ്പോ നിങ്ങളുടെ ദൗർബല്യത്തിനെ അത് മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇതിലേതോ ഒരാള്. അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. അപ്പോ ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും അതിനകത്ത് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോ ഈ വ്യക്തി സ്വയം വിശ്വസിക്കുന്നത് എൻ്റെ അടുത്ത് ഇത് ദൗർബല്യമുണ്ട്, പക്ഷെ അതെനിക്ക് മാക്സിമം മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ദൗർബല്യം എപ്പോഴും ദൗർബല്യമാണ്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ പണിയായിട്ട് വരും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പണിയായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളത് നൈറ്റ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. ഈ ദൗർബല്യത്തിന് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊരു ദൗർബല്യം ഉണ്ടെന്ന്, പക്ഷെ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഒട്ടും നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ ദൗർബല്യത്തില്. അതുകൊണ്ടാണ് ഈ ദൗർബല്യം എന്ന് വെച്ചാല് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ തന്നെ വിശ്വസിക്കുകയാണ് എനിക്കൊരു ദൗർബല്യവും ഇല്ല എന്ന്. അത് അങ്ങനത്തെ ഒരു എനർജി. വേറെ ഒരെണ്ണം 8 ഓഫ് സ്വേർഡ്സ് ആണ്. ഈ ദൗർബല്യം നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു വിടുതലില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. മനസ്സിലായി? അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ ഒരു കാര്യവുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് അറിയാതെ അത് കൺട്രോൾ ചെയ്യാനോ അത് ഒരു പരിധി വരെയെങ്കിലും ഒതുക്കി വെക്കാനും ശ്രമിക്കാത്തതെന്നാണ് പറയുന്നത്. അടുത്തത് 10 ഓഫ് വാണ്ട്സ് റിവേഴ്സ് ആണ്. 10 ഓഫ് വാണ്ട്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാല് ഈ ദൗർബല്യം നിങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ വളരെ കൂളായിട്ട് പോകുന്ന ഒരാളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാനും യൂസ് ചെയ്യുന്നില്ല. അതവിടെ ഇരുന്നോട്ടെ, ദൗർബല്യം അല്ലേ, എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് എന്ന് ചിന്തിക്കുന്ന ഒരാള്. അടുത്ത ഒരു എനർജി 5 ഓഫ് കപ്സ് ആണിത്. അപ്പൊ ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ദൗർബല്യം കൊണ്ട് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ നഷ്ടങ്ങൾ എനിക്ക് നികത്താനുള്ള കഴിവുണ്ട്, ഞാൻ അതിനെ ഗെറ്റ് ഓവർ ചെയ്യും, അതിനെ തരണം ചെയ്യും എന്നൊരു വിശ്വാസമുള്ള ഒരാളായതുകൊണ്ട്, ഇതിനു മുമ്പ് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ദൗർബല്യങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതൊക്കെ തരണം ചെയ്ത ഇപ്രാവശ്യം തരണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാള്. അടുത്തത് പേജ് ഓഫ് സ്വേർഡ്സ് ആണ്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് ഇതെന്റെ മനസ്സിലുള്ള ചിന്തകളാണ്, ശരിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാനേ മനസ്സ് വെക്കാത്ത, അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുകയും ഇല്ല. ആർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് എനിക്ക് ദൗർബല്യങ്ങൾ ഉണ്ടെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അതിന് മുഖം കൊടുക്കില്ല, ചെവി കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് ഇത്. അപ്പൊ പലരെന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൗർബല്യത്തെ മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്യാൻസർ, പൈസസ്, ലിയോ, ജെമിനായി, അക്വേറിയസ് ലിബ്ര ജെമിനായി, ഏരീസ് ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ് ലിബ്ര ജെമിനായി. ഇനി നമ്മളുടെ അടുത്ത ചോദ്യം, ഈ നിങ്ങളുടെ ദൗർബല്യം എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ആൾക്കാർക്ക് നിങ്ങളെ പേടിയാണെന്ന് വിശ്വസിക്കാൻ ഒരേ ഒരു കാർഡ് 9 ഓഫ്
വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 9 ഓഫ് വാൻസ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇവിടെ റിലേഷൻഷിപ്പിലെ ആളുകൾ നിങ്ങളെ പേടിയാണ്. അപ്പോ നിങ്ങളുടെ ദൗർബല്യങ്ങൾ കൊണ്ട്, നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടോ അംഗീകരിക്കുന്നത് കൊണ്ടോ അത് മിസ്യൂസ് ചെയ്യുന്നത് എന്തോ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നവർക്കെല്ലാം നിങ്ങളെ പേടിയാകുന്നു. അവരതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യമില്ല, ഇത് മുമ്പോട്ട് പോയാൽ ഭയങ്കര തലവേദനയാകും എന്ന് പറഞ്ഞിട്ട് ആളുകൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നു. ഈ ഒരു ഭാരം ഞങ്ങൾ ഏറ്റെടുക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ ജീവിതത്തിലുമുള്ള ആളുകൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്ന്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടും, നിങ്ങൾ പലതരത്തിൽ ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾക്ക് നിങ്ങളെ ഭയമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പോകുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒറ്റ കാർഡാണ്. ഈ ഒരു കാര്യം കൊണ്ടാണ് റിലേഷൻഷിപ്പിലെ ആളുകൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം? നിങ്ങളുടെ ദൗർബല്യങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? കാരണം നമുക്ക് എല്ലാവർക്കും റിലേഷൻഷിപ്പ് വേണം അല്ലേ? മറ്റുള്ളവര് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളും നമ്മളുടെ നമ്മളൊന്ന് കുറച്ച് പോളിഷ്ഡ് ആവണം അല്ലേ? അപ്പോ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ദൗർബല്യങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ കൺട്രോളിൽ വെക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സാധനം കൺട്രോൾ ചെയ്താലേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുള്ളൂ. അപ്പൊ ഇവിടെ ഒരു 7 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളിത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്, പൈസയാണ് നിങ്ങളുടെ ദൗർബല്യമെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ട്രയൽ നടത്തണം. അതാണ് 5 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ഓഫ് പെന്റിക്കിൾസ് അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഇനിയും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുണ്ട്. പക്ഷെ 5 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ഒരു പോസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളായിട്ട് ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾ അത് റിലേഷൻഷിപ്പ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കേണ്ടി വരും. മറ്റേ ആൾ അത് കൈവിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങളായിട്ട് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുക ഈ റിലേഷൻഷിപ്പ്. ഇത് പ്രത്യേകിച്ച് ഒരു മാരേജ് ആണ് എങ്കിലൊക്കെ നിങ്ങൾ മുൻകൈ എടുക്കേണ്ടി വരും, ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാർഡ് പറയുന്നത്, ഇത് പലർക്കുള്ള മെസ്സേജ് ആണ്. രണ്ടാമത്തെ കാർഡ് 7 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. ഇനി ഇത് ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ, കാരണം മറ്റുള്ളവർ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഞാൻ ശ്രമിക്കാം, എന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നതിന് പകരം എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ല, നിങ്ങൾ വെറുതെ പറയാണ്, പ്രശ്നം മുഴുവൻ നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരുന്ന ആളുകൾക്ക് യൂണിവേഴ്സ് പറയുന്നത് ഇനി അത് ഓടില്ല, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ചിലര് ഈ ഒരു ദൗർബല്യം ഉള്ളത് കൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിനെങ്ങനെ തരണം ചെയ്യുന്നത്, നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ടൊന്ന് സക്സസ്ഫുൾ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ഇനി വരുന്ന റിലേഷൻഷിപ്പ് എങ്കിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുള്ളൂ. അപ്പൊ ഈ ഷഫ്ലിംഗ് നിങ്ങൾ ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കോൺവെർസേഷൻ. നിങ്ങൾ തുറന്ന് സംസാരിക്കുക, നിങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാതെ നിങ്ങൾ അവിടെ ഇരുന്ന് ഓക്കെ ഇതാണ് കാര്യം, വളരെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് നിങ്ങൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇമ്പോർട്ടന്റ്. മെസ്സേജ് ചെയ്തിട്ട് കാര്യമില്ല, ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ നേരിട്ട് പോയിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് ഇത് സംസാരിച്ച് തീർക്കണം. മനസ്സിലായി? അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഫോണിൽ ഒരു ലിമിറ്റ് ഉണ്ട്, മെസ്സേജസിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഇമെയിലിന് ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു ലെറ്റർ എഴുതുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കും, ഫ്രാങ്ക് ആവും. അതുകൊണ്ടാണ് നേരിട്ട് സംസാരിക്കണമെന്ന് പറയുന്നത് ആളുകളോട്. 10 of swords എന്ന് പറഞ്ഞാല് ചതിയും വഞ്ചനയും കൊണ്ട് അവസാനിച്ച ഒരു അവസ്ഥയാണ്. അപ്പോ അങ്ങനെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ അവസാനിച്ച് നിങ്ങളുടെ ദൗർബല്യം മറ്റുള്ളവരെ മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നതാണെങ്കിൽ, മനസ്സിലായോ?
അത് അങ്ങനെയുള്ളൊരു ആ റിലേഷൻഷിപ്പ് നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഒരേ പ്രശ്നമാണ് വരിക. നിങ്ങളുടെ ദൗർബല്യം മാറ്റിയില്ലെങ്കിൽ ചിലർക്ക് പല സ്ത്രീ ബന്ധങ്ങൾ, പല പുരുഷ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ദൗർബല്യമായിരിക്കും അവരുടെ. പക്ഷെ അത് ദൗർബല്യമാണെന്നും പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര ഒരു വേദനയായിട്ട് മാറും. അതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ, ഈ ദുർബലത ഇത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക് പോകരുത്, നിങ്ങൾ കല്യാണം കഴിക്കരുത് അങ്ങനെയുള്ളവര്. കാരണം അതൊരു മറ്റുള്ളവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും സക്സസ്ഫുൾ ആകാതിരുന്നത്. സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് കയറുന്നു, അവിടെ ട്രൈ ചെയ്യുന്നു, പിന്നെയും ബ്രേക്ക് ആവുന്നു. മനസ്സിലായി? അപ്പൊ നമ്മളിലുള്ള ദൗർബല്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് നമ്മൾ അതിലൊരു ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്താൻ ശ്രമിക്കാതിരുന്നാല്, നമ്മൾ അതിനെ കണ്ണടച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പും സക്സസ്ഫുൾ ആവില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 9 ഓഫ് പെന്റക്കിൾസ് ആണ് അടുത്ത കാർഡ്. 9 ഓഫ് പെന്റക്കിൾസ് ആണ് സിംഗിൾ എനർജിയാണ്. അപ്പോ ഇത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, നിങ്ങൾ വളരെ സെൽഫ് സഫിഷ്യന്റ് ആയ ഒരാളാണ്. അപ്പോ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ സ്ട്രോങ് ആയിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത്, പണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പട്ടിണി കിടക്കും അല്ലെ? എന്ന് വെച്ചാല് ഇന്നത്തെ സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, എന്തൊക്കെയാണുള്ളത്. അതുപോലെ ഫുഡ് ഡെലിവറി ഉണ്ട്, വെജിറ്റബിൾ ഡെലിവറി ഉണ്ട്, മീറ്റ് ഡെലിവറി ഉണ്ട്, എല്ലാ സാധനവും വീടിന്റെ മുറ്റത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പൈസയാണ് ഇന്നത്തെ ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനവും വിളിച്ച് ഓർഡർ ചെയ്ത് വരുത്തിക്കാം. അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യൻസി ഉള്ള ഒരു എനർജി ഇവിടെ എവിടെയോ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ആരുടെയും ആവശ്യമില്ല, ഞാൻ ഒരു ഫോൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാധനം വീടിന്റെ മുറ്റത്തെത്തും. അത് അച്ഛനും അമ്മയും അല്ലാതെ, അതും കിട്ടുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. അപ്പൊ നമ്മൾ സ്വന്തം അച്ഛനും അമ്മയും അല്ലാത്തതെന്ന് പറയണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ കൈവിരൽ തുമ്പിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുമ്പോ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് സ്നേഹമൊന്നും വേണ്ട, ആരെ കൊണ്ട് പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ, എല്ലാ കാര്യവും നടന്നു പോകുന്നുണ്ട്, പിന്നെ ഇനി എന്തിനാ ഈ കല്യാണം കഴിച്ച് പിള്ളേരെയൊക്കെ ഉണ്ടാക്കുന്ന എന്ന ചിന്തയുള്ള ഒരാളാണ് നിങ്ങൾ. അത് മാറ്റണം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ കയറുകയാണെങ്കിൽ നമ്മൾ തന്നിഷ്ടം എന്നുള്ള സ്വഭാവമുണ്ട്, അത് മാറ്റണം എന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് എല്ലാം ഉണ്ട്, ഞാൻ എന്തിനാ മറ്റുള്ളവർക്ക് താഴ്ന്നു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആരോട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന ചിന്ത മാറ്റണം എന്ന് പറയുന്നത്. എന്തായാലും റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുള്ളൂ. ആ ഒരു ചിന്തയിൽ നിൽക്കാൻ പറ്റില്ല. അടുത്ത കാർഡ് പറയുന്നത് 7 ഓഫ് പെന്റക്കിൾസ്. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം പ്ലാൻ. നിങ്ങൾ ഇങ്ങനെയുള്ള ദൗർബല്യങ്ങളെ എൻകറേജ് ചെയ്യുന്നവര്, അതിനെ അംഗീകരിക്കാത്തവര്, അല്ലെങ്കിൽ അതോടെ കിടന്നോട്ടെ അതിനെന്താ, എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, പക്ഷെ നിങ്ങൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാത്തത്. അപ്പൊ പറയുന്നത് നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ദൗർബല്യതയെ നിങ്ങൾ ഒരു പരിധി വരെ കൺട്രോൾ വെക്കാനും മറ്റുള്ളവരെ കുറിച്ച് അവരോട് കൺസിഡറേഷൻ, അവരെ അവഗണിക്കാതിരിക്കുക, അവരുടെ ഫീലിങ്സ് അവഗണിക്കാതിരിക്കുക. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ലോങ് ടേം സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് കയറി ഇറങ്ങി ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകും. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ദൗർബല്യതയെ കൺട്രോൾ ചെയ്യണമെന്നാണ് കാണിക്കുന്നത് ഇവിടെ. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് കാണിക്കുന്നത് ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, അക്വേറിയസ് ലിബ്ര ജെമിനി, അക്വേറിയസ് ലിബ്ര ജെമിനി, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഈ ടോറസ് വെർഗോ എർത്ത് സയൻസിന് എപ്പോഴും സ്റ്റെബിലിറ്റി വേണം. അവരെപ്പോഴും ലോങ് ടേം ആണ് പ്ലാൻ ചെയ്യുക. പക്ഷെ അപ്പൊ നമ്മൾ വിചാരിക്കും അവർ ആദ്യം കാണുന്ന പെൺകുട്ടിയോ ആദ്യം കാണുന്ന പുരുഷനെയോ വിവാഹം കഴിക്കും. അല്ല, അവര് വളരെയധികം സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന ഒരാളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്, അവര് വിചാരിക്കുന്ന പോലെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയി, വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നീട് കരയാൻ ഇടവരരുത്. അപ്പോ മനസ്സിലായി, ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാകും എന്ന് വിചാരിച്ച് ഡിവോഴ്സ് ഒക്കെ ചെയ്തിട്ട് കല്യാണത്തിന് റെഡി ആയിരുന്ന ഒരാളെ എനിക്കറിയാം. മനസ്സിലായോ? മറ്റേയാള് കല്യാണം കഴിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തിയെ കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. പക്ഷെ ആ വ്യക്തി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മള് വിചാരിക്കുന്നതായിരിക്കില്ല ലോകം കേട്ടോ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്.
ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.